ഇന്ന് ഞാനും ഇലും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. പിന്നെ ഇതാ ഈ ബിൽഡിങ്ങിൻ്റെ പണി ഇവിടം വരെ എത്തിണേ. പടവൊക്കെ സ്റ്റാർട്ട് ചെയ്തണു. അതൊക്കെ പോട്ടെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇന്ന് ഞങ്ങൾ ബീച്ച് ലക്ഷ്യാക്കിയിട്ടാണ് പോണത്. ഇവിടെ നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് എയർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നേരത്തെ ഇറങ്ങിയത്. ഇലു ഇവിടുത്തെ നാഷണൽ സോങ് ആണ് കേട്ടോ ഇപ്പോൾ പാടിയത്. ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓള് എന്നും രാവിലെ സ്കൂളിൽ നിന്ന് കേൾക്കണതാണ്. പക്ഷേ ഓക്ക് അതിൻ്റെ വരികളൊന്നും ശരിക്കും അറിയൂല. അപ്പോൾ ഓക്ക് ഇഷ്ടമുള്ള പോലെ ഓളെ എന്തൊക്കെയോ ആക്കി കണ്ട് അങ്ങനെ പാടുന്നതാണ്. പിന്നെ ഇതാ ഇപ്പം ഞങ്ങളിവിടെ ബീച്ചിലെത്തിന്. അങ്ങനെ വലിയ തിരക്കൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചിന്ന് എയർ ഷോ ഇല്ലേ, വെറുതെ ആയോ വന്നത് എന്നൊക്കെ ആദ്യം വിചാരിച്ചിനി. പക്ഷേ പാർക്കിങ്ങിലെത്തിയപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും നേരത്തെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിന്. നമ്മൾ കുറേ നേരം പാർക്കിങ് കിട്ടാൻ വേണ്ടി അവിടെയൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നടന്നിനി. 5 മണിക്കാണ് എയർ ഷോ സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങളിവിടെ 4:30ക്കാണ് കേട്ടോ എത്തിയത്. എന്നിട്ട് പോലും പാർക്കിങ് ഫുള്ളേനി. അവസാനം വിചാരിച്ചൊരു വണ്ടീൻ്റെ മുന്നിൽ നിർത്തിയിട്ട് വെക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ച്. അങ്ങനെ കുറേ തിരഞ്ഞ് അവസാനം ഒരു പാർക്കിങ് കിട്ടിയിട്ടോ. പുറത്ത് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പം കാറിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച്. അരമണിക്കൂർ നേരത്തെയാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. അപ്പം നമ്മൾ കുറച്ച് നേരം വണ്ടിയിൽ അങ്ങനെ ഇരുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച്. അങ്ങനെ ഐസ്ക്രീം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്നാണ് എയർ ഷോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിങ്ങാണ്ട് ഒരൊറ്റ ഓട്ടേനി. ഇത് വെറും ഒരു ട്രയൽ മാത്രമാണ് കേട്ടോ. ശരിക്കുള്ളത് നാഷണൽ ഡേൻ്റെ അന്നാണ് ഉണ്ടാവുക. പലതരം കളേഴ്സും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും കാണാൻ. സൗദീൻ്റെ പതാകമൊക്കെ ഇങ്ങനെ വലിയ പതാകമൊക്കെ ആയിട്ട് ഇങ്ങനെ പോണതൊക്കെ ഉണ്ടാവും. എല്ലാ പ്രാവശ്യം ഞങ്ങൾ കാണാൻ വരലുണ്ട്. പുറത്ത് ചൂടാണെങ്കിലും കടലിൻ്റെ അടുത്തേക്ക് നിൽക്കുമ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. എവിടത്? ഇത് ശരിക്കും ഈ കേൾക്കണ മാതിരിയൊന്നല്ല, നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ടാണ് ഇതിനുള്ളത്. ഇതിപ്പോൾ ഇവർ ട്രയൽ നടത്തുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. നാഷണൽ ഡേൻ്റെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല കളേഴ്സിൽ വൈറ്റും ഗ്രീനും ആണ് കൂടുതൽ ഉണ്ടാവുക ഇവിടുത്തെ പതാകൻ്റെ ആ ഒരു കളറിൽ. പിന്നെ പല കളേഴ്സായിട്ട് ഇതിങ്ങനെ പോണേ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ വേറെ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ കുറച്ച് നേരം ഓല നോക്കി നിന്നിട്ടോ. ഓലിങ്ങനെ നടക്കണതും ഇതൊക്കെ നോക്കി നിന്നിട്ടോ. അങ്ങനെ എയർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ ഷൂ നോക്കാനായിട്ട് പോവാണ് കേട്ടോ. ആദ്യം വിചാരിച്ചു നേരെ വീട്ടിലേക്ക് പോയാലോ എന്ന്. അത്രയും നേരം വെയിലത്ത് നിന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടേനി കേട്ടോ. പിന്നെ വിചാരിച്ച് വീട്ടിലേക്ക് കയറിയാൽ പിന്നെ ഇറങ്ങാൻ ഭയങ്കര മടിയാവും. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിലെത്തി. ആദ്യം എനിക്കൊരു ഷൂ നോക്കി.
ഞാൻ ഈ ബ്ലൂ കളർ ഷൂ ആണ് കേട്ടോ എടുത്തത്. എൻ്റെ ഷൂ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ നേരെ ആദിക്ക് ഷൂ നോക്കാനായിട്ട് പോയി. അങ്ങനെ കുറച്ച് നേരം തിരഞ്ഞ് ഓൻക്കും ഷൂ കിട്ടി. ഓനെടുത്തത് ഈ വൈറ്റ് കളർ ഷൂ ആണ് കേട്ടോ. ഇവിടെ ഇപ്പം ഓഫറുണ്ട്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ്. അങ്ങനെ എനിക്ക് ഷൂ എടുത്തപ്പോൾ ആദ്യക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങി അവിടുന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ പോയി കണ്ടൊന്ന് ഫ്രഷൊക്കെ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഇവിടെ എത്തിയപ്പോൾ സീറ്റൊക്കെ ഫുള്ളേനി. അങ്ങനെ ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ ഓർഡറാക്കി കണ്ട് പിന്നെ കുറച്ച് നേരം മക്കളിവിടെ കുറച്ച് നേരം കളിച്ച് പിന്നെ ടി വിയിൽ കളി നടക്കണുണ്ടേനി. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ ടി വിയിൽ കളിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിൽ റെസ്റ്റോറൻറ്റിൽ സീറ്റ് ഒഴിവായിനെന്ന് ഒരു വിളിച്ച് പറഞ്ഞപ്പം ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇന്ന് കബാബൊക്കെയാണ് കേട്ടോ ഓർഡറാക്കിയത്. നാഷണൽ ഡേ പ്രമാണിച്ച് ഇവിടെ ഓഫറുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം.